വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ഈശോയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ നിശബ്ദത. ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണ നിശബ്ദത പാലിക്കാൻ ഞാൻ കഠിന പ്രയത്നം ചെയ്തു. വലിയ ആരവത്തിനിടയിലും ഈശോ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിശബ്ദത കണ്ടെത്തി. പലപ്പോഴും ഞാൻ വളരെ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ശക്തിയോടെയും ഞാൻ സ്നേഹിക്കുന്ന ഈശോയേക്കാൾ വിലമതിക്കുന്ന മറ്റെന്തുണ്ട്? ഇന്ന് ഈശോ എന്നോട് പറഞ്ഞു, ആത്മാക്കൾക്കു വേണ്ടി എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന സ്നേഹത്തെപ്പറ്റി നീ കൂടുതൽ ആഴമായി അറിയണം. എൻ്റെ പീഡാനുഭവങ്ങളെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പാപികൾക്കു വേണ്ടി എൻ്റെ കരുണ യാചിക്കുക. അവരുടെ രക്ഷ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരു പാപിക്കു വേണ്ടി അനുതാപപൂർണമായ ഹൃദയത്തോടും വിശ്വാസത്തോടും കൂടി നീ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ അവന് മാനസാന്തരത്തിനുള്ള കൃപ നൽകും. പ്രാർത്ഥന ഇതാണ്: ഓ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ആഹ്ലാദോത്സവത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഞാൻ തിരുമണിക്കൂർ ആചരിക്കുമ്പോൾ ചമ്മട്ടിയടിയാൽ കർത്താവ് ഈശോ എത്രമാത്രം സഹിച്ചുവെന്ന് ഞാൻ ദർശിച്ചു. ഓ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തീവ്രവേദന. ചമ്മട്ടിയടിയേറ്റപ്പോൾ ഈശോ എത്രമാത്രം സഹിച്ചു. ഓ പാപികളെ, നിങ്ങളിപ്പോൾ ഇത്ര ക്രൂരമായി പീഡിപ്പിക്കുന്ന ഈശോയെ വിധി ദിവസം നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കും? അവിടുത്തെ രക്തം നിലത്തൊഴുകി. ചില സ്ഥലങ്ങളിൽ അവിടുത്തെ മാംസം പറഞ്ഞു പോന്നു. പുറത്ത് ചിലയിടങ്ങളിൽ അസ്ഥി കാണാറായി. ശാന്തനായി ഈശോ മൃദുവായി തേങ്ങി നെടുവീർപ്പിട്ടു. ഒരവസരത്തിൽ നിയമങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുന്ന ആത്മാവ് കർത്താവിന് എത്ര പ്രിയങ്കരനാണെന്ന് അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തി. പ്രായശ്ചിത്ത പ്രവൃത്തികളെക്കാളും വലിയ പരിത്യാഗ പ്രവൃത്തികളെക്കാളും നിയമം അനുസരിക്കുന്നതിനാണ് ആത്മാവിന് വലിയ പ്രതിഫലം ലഭിക്കുന്നത്. നിയമം പാലിച്ചുകൊണ്ട് പരിത്യാഗവും പ്രായശ്ചിത്തവും ചെയ്യുന്നതിന് പ്രതിഫലം ലഭിക്കും. അവ നിയമത്തെ അതിലംഘിക്കുന്നില്ല.